ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, ഇതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കോളം തന്നിട്ടുണ്ട്, നോക്കുക. 1907 ജനുവരിയിലെ ഒരു ദിനം കൽക്കത്തയ്ക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ കർഷകനായിരുന്ന ഗാംഗുലിന്റെ മകളുടെ വിവാഹമായിരുന്നു അന്ന്. മുറ്റത്തൊരുക്കിയ ചെറുപന്തലിൽ ധാരാളം അതിഥികൾ ഉണ്ടായിരുന്നു. അവരെയെല്ലാം മധുര പലഹാരങ്ങൾ നൽകിയാണ് ഗാംഗുലും ബന്ധുക്കളും സ്വീകരിച്ചത്. എന്നാൽ അവയിൽ പഞ്ചസാര ചേർത്തിരുന്നില്ല, പകരം ശർക്കരയായിരുന്നു ഉപയോഗിച്ചത്. ഇതേപ്പറ്റി അന്വേഷിച്ചവരോട് ഗാംഗുൽ അഭിമാനത്തോടെ പറഞ്ഞു, നമ്മുടെ ദുരിതങ്ങൾക്കെല്ലാം കാരണക്കാർ ബ്രിട്ടീഷുകാരാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചിരുന്നല്ലോ. അതിനാലാണ് ബ്രിട്ടീഷ് ഉൽപ്പന്നമായ പഞ്ചസാര വേണ്ടെന്ന് വെച്ചതും നമ്മുടെ ഉൽപ്പന്നമായ ശർക്കര ഉപയോഗിച്ചതും. അപ്പോൾ ഇത് വായിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധം ഉണ്ട് അല്ലേ, നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യ സമരവും എന്ന് പറഞ്ഞ് പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്. അപ്പോൾ എന്തായിരിക്കും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? ഇതെല്ലാം നമ്മൾ ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യ സമരവും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലൂടെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇത് 10ാം ക്ലാസ്സിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഓക്കെ, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ വിവിധ വിഭാഗം ജനങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? അവർ എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തോട് പ്രതികരിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം. കച്ചവടത്തിന് വന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ കീഴടക്കി അധികാരം കൈയടക്കിയതിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് പഠിച്ചു അല്ലെ, ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചു. സൈനിക ശക്തിയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴടക്കിയത്. 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. എപ്പോഴാണ്? 1757 പ്ലാസി യുദ്ധം മുതൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വരെയുള്ള 100 വർഷ കാലയളവിലാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വലിയൊരു ഭാഗം പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 63% ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും ബാക്കിയുള്ള ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഇവിടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ള പ്രദേശങ്ങളാണ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങൾ കേട്ടോ. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന യെല്ലോ കളറിൽ കാണപ്പെടുന്നതൊക്കെ എന്താണ്? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളാണ്. ഇനി ബ്രിട്ടീഷ് നയങ്ങളുടെ പ്രത്യാഘാതങ്ങളാണ് പറയുന്നത് കേട്ടോ. ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം കർഷകരായിരുന്നു. നമ്മൾ പഠിച്ചു അല്ലെ, കർഷകരും അതുപോലെ നെയ്ത്തുകാർ, ഗോത്രവർഗക്കാർ, ഇവരെല്ലാം അനുഭവിച്ച ദുരിതങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ ദുരിതം ആദ്യം അനുഭവിച്ചവരിൽ പ്രധാന വിഭാഗം ആരാണ്? കർഷകർ തന്നെയായിരുന്നു. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ ഭൂനികുതികളായിരുന്നു കർഷകരുടെ നട്ടെല്ലൊടിച്ചത് അല്ലെ. ബ്രിട്ടീഷുകാർ ഒത്തിരി ഭൂനികുതി നയങ്ങൾ കർഷകരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് കർഷകരെ തകർത്തത്. പരമാവധി വരുമാനമുണ്ടാക്കുക എന്നതായിരുന്നു നികുതി നയത്തിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത നികുതി സമ്പ്രദായങ്ങളാണ് നടപ്പിലാക്കിയത്. അപ്പോൾ ഓരോ പ്രദേശത്തും ഓരോ തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥകളാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഭൂനികുതി വ്യവസ്ഥ കൊടുത്തിട്ട് അത് ഏത് പ്രദേശത്താണ് നടപ്പിലാക്കുന്നത് എന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദേശം തന്നിട്ട് അവിടെ ഏത് തരത്തിലുള്ള ഭൂനികുതി വ്യവസ്ഥയാണ് എന്നൊക്കെ മാറി മാറി ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള ഭൂനികുതി വ്യവസ്ഥ 3 തരം ഭൂനികുതി വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റ് വാരി വ്യവസ്ഥ, മഹൽവാരി വ്യവസ്ഥ. ഓക്കെ, ഏതൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റയറ്റ് വാരി വ്യവസ്ഥ,
മഹൽവാരി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എവിടെയാണ് നടപ്പിലാക്കിയിരുന്നത്? ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ്. ഓക്കെ, ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇനി റയറ്റ് വാരി വ്യവസ്ഥ എവിടെയാണ്? ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലാണ് റയറ്റ് വാരി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത്. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിരുന്നത് ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങൾ. റയറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലുമാണ്. ഓക്കെ, അപ്പോൾ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് ജമീന്ദാർ ആയിരുന്നു. നികുതി പിരിച്ചത് ആരായിരുന്നു? ജമീന്ദാർ ആയിരുന്നു. നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ആരാണ്? ജമീന്ദാർ തന്നെയാണ്. ഓക്കെ, നികുതി പിരിവിന് അധികാരമുണ്ടായിരുന്ന പ്രദേശത്തെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ ജമീന്ദാർ തന്നെയായിരുന്നു. ജമീന്ദാർമാർ ഭൂവുടമകളായതോടെ യഥാർത്ഥ കർഷകർ കുടിയാന്മാരായിട്ട് മാറി. ഓക്കെ, ജമീന്ദാർമാർ ഭൂവുടമകളായപ്പോൾ യഥാർത്ഥ കർഷകരായ ആരായി? കുടിയാന്മാരായി മാറി. വിളവിന്റെ 60% വരെ കർഷകർ എന്ത് ചെയ്യണം? നികുതിയായി നൽകണമായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്. ഇനി വിളവ് മോശമായാലും എന്ത് നൽകണം? നികുതി നൽകണമായിരുന്നു. നിശ്ചിത തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. ഓക്കെ, അപ്പോൾ മുൻകാലങ്ങളിൽ എന്താണ്, ഉൽപ്പന്നങ്ങളൊക്കെ കർഷകർ നികുതിയായി നൽകിയിരുന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഈ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വന്നപ്പോൾ നിശ്ചിത തീയതിയിൽ തന്നെ നികുതി എന്തായിട്ട്? പണമായി തന്നെ നൽകണമായിരുന്നു. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിലാണ് ജമീന്ദാർമാർ ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കർഷകർ കുടിയാന്മാരായി മാറിയത് ഓർത്തിരിക്കുക. നികുതി പണമായി തന്നെ നൽകണം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, വിളവ് മോശമായാലും നികുതി നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന കോൺവാലിസ് പ്രഭുവാണ് ഈ നയം നടപ്പിലാക്കിയത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ്. ചോദിക്കാറുള്ളതാണ് കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നു കോൺവാലിസ് പ്രഭു. ദക്ഷിണേന്ത്യയിൽ നടപ്പിലാക്കിയ റയറ്റ് വാരി വ്യവസ്ഥയിൽ, ഇനി റയറ്റ് വാരി വ്യവസ്ഥയുടെ കാര്യമാണ് പറയുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിക്കുന്നത് ആരായിരുന്നു? ജമീന്ദാർമാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഇടനിലക്കാരനുണ്ട്, ജമീന്ദാർമാരാണ് നികുതി പിരിച്ചിരുന്നത്. എന്നാൽ റയറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട്, ഡയറക്റ്റ് ആയിട്ട്, അല്ലെ, റയറ്റ് ഡയറക്റ്റ്, ആ ഒരു കണക്ഷൻ വെച്ച് ഓർത്തിരിക്കാലോ. കർഷകരിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ടാണ് നികുതി പിരിക്കുന്ന രീതിയാണ് റയറ്റ് വാരി വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കായിരുന്നു? കർഷകര് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഇടനിലക്കാരനായിട്ടുള്ള ജമീന്ദാർ ഉണ്ടായിരുന്നു. ജമീന്ദാർ ആയിരുന്നു ഭൂവുടമ. കർഷകൻ ആരായി? കുടിയാന്മാരായിട്ട് മാറുകയാണ് ചെയ്തത്. പക്ഷെ റയറ്റ് വാരി വ്യവസ്ഥയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ്? കർഷകനായിരുന്നു. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ അറിഞ്ഞിട്ട് തന്നെ പഠിക്കണം കേട്ടോ. എന്നാൽ അമിതമായ നികുതി നിരക്ക് കർഷകരെ ദാരിദ്ര്യരാക്കി. മാത്രമല്ല, നികുതി നിരക്ക് ഇടയ്ക്കിടെ വർദ്ധിപ്പിച്ചിരുന്നു. ഇനി മഹൽവാരി വ്യവസ്ഥയിലാവട്ടെ, മഹൽവാരി വ്യവസ്ഥയുടെ കാര്യം എന്താണ്? ഗ്രാമത്തലവന്മാരായിരുന്നു നികുതി പിരിച്ചത്. ഓക്കെ, ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചെടുത്തത്. ഈ വ്യവസ്ഥയിലും നികുതി നിരക്ക് അമിതമായിരുന്നു. ഗ്രാമത്തെ, മഹൽ എന്ന് പറയുമ്പോൾ ഗ്രാമത്തെ മഹൽ എന്നാണ് പറയുന്നത്. അപ്പൊ മഹൽവാരി എന്ന് പറയുമ്പോൾ ഗ്രാമത്തലവനാണ് നികുതി പിരിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കാലോ. ഓക്കെ, അപ്പൊ ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആയിട്ട് കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചത് ജമീന്ദാർമാരാണ്. റയറ്റ് വാരി വ്യവസ്ഥയിലാണെങ്കിൽ കർഷകരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നേരിട്ടാണ് നികുതി പിരിച്ചത്. മഹൽവാരി വ്യവസ്ഥയിലാണെങ്കിലോ ഗ്രാമത്തലവന്മാരാണ് നികുതി പിരിച്ചിരുന്നത്. ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കിയായിരുന്നു നികുതി പിരിച്ചത്. ഇനി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ് എന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ കാർഷിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. ഉയർന്ന നികുതി നിശ്ചിത തീയതിയിൽ പണമായി അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകർക്ക്
പലപ്പോഴും കൊള്ളപ്പലിശക്കാരിൽ നിന്ന് പണം കടം വാങ്ങേണ്ടി വന്നു. കൃഷിയിടം പണയപ്പെടുത്തിയാണ് അവർ കടം വാങ്ങിയത്. ഉയർന്ന പലിശ നിരക്കായിരുന്നു കർഷകരിൽ നിന്ന് ഈടാക്കിയിരുന്നത്. അതിനാൽ കടവും പലിശയും അടയ്ക്കാൻ കഴിയാതെ വന്ന കർഷകരുടെ ഭൂമി കൊള്ളപ്പലിശക്കാർ കൈയടക്കി. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൂടെ പഠിച്ചതാണ് അല്ലേ. ഇനി കൃഷിയുടെ വാണിജ്യവൽക്കരണം നോക്കാം. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടിയായിരുന്നു അല്ലെ. ഇന്ത്യയിലെ കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നത് എന്തിനാണ്? കുടുംബത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാൻ നിർബന്ധിതരായി അല്ലെ. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ മുന്നത്തെ ചാപ്റ്ററിൽ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കർഷകർ എന്താണ്? വിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്യാനായിട്ട് നിർബന്ധിതരായി. ഭക്ഷ്യവിളകൾക്ക് പകരം എന്ത് ചെയ്യാൻ തുടങ്ങി? നാണ്യവിളകൾ. നമ്മൾ പറഞ്ഞല്ലേ, പരുത്തി, അങ്ങനെയുള്ള ചണം, അങ്ങനെയുള്ള നാണ്യവിളകളെല്ലാം കൃഷി ചെയ്യാനായിട്ട് ആര് നിർബന്ധിതരായി? കർഷകർ നിർബന്ധിതരായി. അപ്പോൾ ഈ മാറ്റത്തെയാണ് അക്കാലത്ത് കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭക്ഷ്യ ആവശ്യങ്ങൾക്കായി കൃഷി ചെയ്തിരുന്ന കർഷകർ എന്താണ്? വിപണി ലക്ഷ്യമാക്കി ഭക്ഷ്യവിളകൾക്ക് പകരം നാണ്യവിളകൾ വൻതോതിൽ കൃഷി ചെയ്യേണ്ടി വന്നു. ഈ മാറ്റത്തെയാണ് വാണിജ്യവൽക്കരണം എന്ന്, കൃഷിയുടെ വാണിജ്യവൽക്കരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നികുതി നിരക്ക് കൂടുതലാണ് എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നികുതി പണമായി നിശ്ചയിക്കപ്പെട്ട തീയതിയിൽ തന്നെ നൽകണമായിരുന്നു, അതും നമ്മൾ പറഞ്ഞു. ഈ സാഹചര്യം നേരിടാൻ വേണ്ടിയായിരുന്നു കർഷകർ വിപണിയിൽ കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്തത്. വിപണിയിൽ ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ നോക്കി കൃഷി ചെയ്തു. കാരണം എന്താണ്? നികുതി കൂടുതലാണ്, നികുതി പണമായി തന്നെ നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് വില കൂടുതലായിട്ട് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില. എവിടേക്കാണ്? യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾക്കായിരുന്നു വിപണിയിൽ ഉയർന്ന വില ലഭിച്ചത്. അങ്ങനെ ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായി കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇന്ത്യൻ കൃഷിയിടങ്ങൾ യൂറോപ്പിനായിട്ട് കൃഷി ചെയ്യാനായിട്ട് തുടങ്ങി. അക്കാലത്ത് വ്യാപകമായി കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രദേശത്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ. അപ്പോൾ നീലം കൃഷി ചെയ്തിരുന്നത് എവിടെയാണ്? ബംഗാളിലും ബീഹാറിലുമാണ്. ഓക്കെ, നീലം ബംഗാളിലും ബീഹാറിലുമാണ്. നമ്മുടെ ബംഗാളിലെ നീലം കർഷകർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ബംഗാളും ബീഹാറും ആണ് നീലം കൃഷി ചെയ്തിരുന്നത്. ദെൻ പരുത്തി കൃഷി ചെയ്തിരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലും പഞ്ചാബിലുമാണ്. ഓക്കെ, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിലാണ് പരുത്തി. കരിമ്പ് കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലാണ്. തേയില ആസാമിലും കേരളത്തിലും. ഓക്കെ, ആസാം ആപ്പിൾ വാലി ടീ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു തേയില, ആ ഒരു കണക്ഷൻ വെച്ച് നമുക്ക് കിട്ടിക്കോളൂ അല്ലെ. ആസാം, കേരളം. ചണം എവിടെയാണ്? ബംഗാളിലാണ്. ചണം, നീലം ബംഗാളിലാണെന്ന് ഓർത്തിരിക്കുക. ഗോതമ്പ് പഞ്ചാബ്. ഗോതമ്പും അതുപോലെ പഞ്ചാബിൽ പരുത്തിയും പഞ്ചാബിൽ കൃഷി ചെയ്യുന്നുണ്ട് അല്ലെ. മഹാരാഷ്ട്ര, പഞ്ചാബാണ് പരുത്തി. ഗോതമ്പ് പഞ്ചാബിലാണ്. അപ്പോൾ എന്താണ്? ഈ ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇനി നീലം കർഷകരുടെ കലാപം. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു അല്ലെ. നീലത്തിന് ബ്രിട്ടീഷ് ഭരണകാലത്ത് അക്കാലത്ത് വിപണിയിൽ ഉയർന്ന വില ലഭിച്ചിരുന്നു. തുണികൾക്ക് നിറം നൽകാനായിരുന്നു നീലം ഉപയോഗിച്ചിരുന്നത്. ഇന്നത്തെ പോലെ കൃത്രിമ ചായങ്ങൾ അന്ന് ഇല്ലായിരുന്നു. 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലുണ്ടായ വ്യവസായ വിപ്ലവം തുണി നിർമ്മാണ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമുണ്ടായി. അതോടെ നീലത്തിന്റെ ആവശ്യം വർദ്ധിച്ചു. ഇന്ത്യയിൽ നീലം കൃഷി വ്യാപകമാക്കേണ്ടത് ബ്രിട്ടീഷ് വ്യവസായികളുടെ ആവശ്യമായിരുന്നു. കർഷകർക്ക് വൻ തുക മുൻകൂറായി നൽകി അവരെ കൊണ്ട് നീലം കൃഷി ചെയ്യിച്ചു. ഉയർന്ന ഭൂനികുതി അടയ്ക്കാൻ കഴിയാതെ വിഷമിച്ച കർഷകർ കമ്പനി ഉടമകളുടെ പ്രലോഭത്തിന് വഴങ്ങി നീലം വ്യാപകമായി കൃഷി ചെയ്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് പണം മുൻകൂറായി കൈപ്പറ്റിയ ഓരോ കർഷകനും തൻ്റെ കൃഷിയിടത്തിൻ്റെ നിശ്ചിത ഭാഗത്ത് നീലം കൃഷി ചെയ്യണമെന്നായിരുന്നു നിബന്ധന. മാത്രമല്ല കൃഷിയിടത്തിൻ്റെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ ഭാഗത്തായിരുന്നു നീലം കൃഷി ഇറക്കേണ്ടിയിരുന്നത്. അതിനാൽ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നീലം കൃഷി ചെയ്യേണ്ടി വന്നു. വിളവെടുപ്പ് കാലത്താവട്ടെ ബ്രിട്ടീഷ് ഏജന്റുമാരുടെ ഇടപെടൽ കാരണം നീലത്തിന് കുറഞ്ഞ വില മാത്രമേ ലഭിച്ചുള്ളൂ. പിൽക്കാലത്ത് കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോടെ തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. ഇതോടെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും നീലം കൃഷിക്ക് മാറ്റിവെച്ച കർഷകന്റെ അവസ്ഥ കൂടുതൽ ദുരിതത്തിലായി.
അപ്പോൾ നീലം കൃഷി അല്ലെ, ബ്രിട്ടീഷുകാർ നിർബന്ധിച്ച് കൃഷിക്കാരെ കൊണ്ട് മുൻകൂറായി പണമൊക്കെ നൽകി നീലം കൃഷി ചെയ്യിപ്പിച്ചു. ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യുന്നിടത്ത് കൂടെ നീലം കൃഷി ചെയ്യിപ്പിച്ചു. എന്നാൽ കൃത്രിമ ചായങ്ങളുടെ കണ്ടെത്തലോട് കൂടിയിട്ട് തുണികൾക്ക് നിറം നൽകാൻ നീലം ആവശ്യമില്ലാതെയായി. അതുകൊണ്ട് നീലം കൃഷി ഒരുപാട് ചെയ്ത ആളുകളൊക്കെ എന്തായി, ദുരിതത്തിലായി എന്നുള്ളതാണ് പറയുന്നത്. 1859 ബംഗാളിൽ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഓക്കെ, ഇപ്പൊ നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് കർഷകർ പ്രഖ്യാപിച്ചു. എപ്പോഴാണ്? 1859 ബംഗാളിൽ വെച്ച്. അമ്പും വില്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു. നിരവധി സ്ത്രീകളും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെ പിന്തുണച്ചവരെയും അവർക്കു വേണ്ടി ജോലി ചെയ്തവരെയും കലാപകാരികൾ ബഹിഷ്കരിച്ചു. ഗ്രാമങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആരംഭിച്ച കലാപത്തെ പറ്റി അറിഞ്ഞ് കൽക്കത്തയിൽ നിന്ന് നിരവധി വിദ്യാസമ്പന്നർ കലാപ പ്രദേശങ്ങളിലെത്തി കർഷകർക്ക് പിന്തുണ നൽകി. ഇതേ തുടർന്ന് നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഒരു കമ്മീഷനെ നിയമിച്ചു. ലാഭകരമല്ലാത്തതിനാൽ നീലം കൃഷി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ എന്ത് ചെയ്തു? നിർദ്ദേശിച്ചു. അപ്പൊ എങ്ങനെയാണ് നീലം കർഷകരുടെ കലാപം ഉണ്ടായത് എന്നുള്ള കാര്യം മനസ്സിലായല്ലോ? ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇനി കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. നമ്മൾ മലബാർ കലാപം പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു 7th സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് നമ്മൾ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയി. 10th ആകുമ്പോഴത്തേനും കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അപ്പം നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ 7th-ൻ്റെയും 10th-ൻ്റെയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കിൻ്റെയും നോട്ട്സ് കറക്റ്റായിട്ട് തയ്യാറാക്കി വയ്ക്കുക. ഓക്കെ ആണല്ലോ? നോക്കുക, കർഷക കലാപങ്ങൾ കേരളത്തിലും. ബ്രിട്ടീഷ് അധീനതയിലായിരുന്ന മലബാറും കലാപങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണവും അടിച്ചമർത്തലുമാണ് കലാപത്തിലേക്ക് നയിച്ചത്. ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. അല്ലെ, ജന്മിമാരെയാണ് ഭൂവുടമകളായിട്ട് ബ്രിട്ടീഷുകാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്കെതിരെയാണ് നടന്നത് മലബാർ കലാപം നടക്കുന്നത്. ഭൂവുടമകളായിരുന്ന ജന്മിമാരിൽ നിന്ന് സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഓക്കെ, ഭൂവുടമകൾ ആരാണ്? ജന്മിമാരാണ്. അപ്പൊ അവരുടെ അടുത്ത് നിന്നും പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് കൃഷി ചെയ്യുന്ന പാട്ടക്കുടിയാന്മാരായിരുന്നു തെക്കേ മലബാറിലെ കർഷകർ. ഇവരിൽ ഭൂരിഭാഗവും ആരായിരുന്നു? മാപ്പിളമാരായിരുന്നു. അല്ലെങ്കിൽ മലബാറിലെ മുസ്ലിങ്ങളാണ് മാപ്പിളമാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. നമ്മളിതും പഠിച്ചതാണ് അല്ലേ? അതുകൊണ്ട് 19ാം നൂറ്റാണ്ടിലുണ്ടായ ഈ കലാപങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? മാപ്പിള കലാപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. 22ഓളം കലാപങ്ങൾ മലബാറിൽ ഉണ്ടായി. ഈ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി മലബാർ സ്പെഷ്യൽ പോലീസ്, ഓക്കെ, MSP, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിൽ ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ മലബാർ കലാപങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേന രൂപീകരിക്കുന്നത്. തുടർച്ചയായ കലാപങ്ങളെ പറ്റി പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. വില്യം ലോഗൻ കമ്മീഷൻ ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? സ്ഥിരം ചോദിക്കുന്നതാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഓക്കെ, അപ്പോൾ മലബാർ കലാപം നമ്മൾ മുന്നേ പഠിച്ചതാണ്, കാര്യങ്ങളൊന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇവിടെ കനോലി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പറയാത്ത ഒരു കാര്യമാണ് കനോലി. എന്താണ്? മാപ്പിള കലാപ കാലത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആയിരുന്ന കനോലിയെ കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് കലാപകാരികൾ കൊലപ്പെടുത്തി. അപ്പോൾ ഇവിടെ മാപ്പിള കലാപത്ത് അന്നത്തെ മലബാറിലെ മജിസ്ട്രേറ്റ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കനോലിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് കാടുകൾ കലാപഭൂമി ആവുന്നു. നമ്മൾ സാന്താൾ കലാപം പഠിച്ചില്ലേ? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചിരുന്ന
ഗോത്ര ജനതയായിരുന്നു സന്താൾമാർ. ഇത് നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണല്ലോ. അപ്പോൾ അതാണ് നമ്മൾ തുടർച്ചയായിട്ട് ആ ഒരു ബേസിക് മുതൽ പഠിച്ചു വരികയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ ഒന്നുകൂടെ വായിക്കുമ്പോൾ അതൊരു റിവിഷനും ആകും, അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സും കൂടെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക എന്താണ് സാന്താൾമാർ എന്ന് പറയുന്നത്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരന്നു കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിച്ചു വന്ന ഗോത്ര ജനതയാണ് ആര്? സന്താൾമാർ എന്ന് പറയുന്നത്. വനവിഭവങ്ങൾ ശേഖരിച്ചും കൃഷി ചെയ്തും പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു പോന്നവരാണ് സന്താൾമാർ. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു അവർ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സന്താൾ ജനതയുടെ ജീവിതത്തിന്റെ താളം നഷ്ടമായി. ജമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി. റെയിൽവേ നിർമ്മാണത്തിനു വേണ്ടി സന്താൾ ജനതയെ അടിമകളെ പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിച്ചു. ജീവിതം ഗതിമുട്ടിയ സന്താൾ ജനത നേതാക്കന്മാരായ സിദ്ധുവും കാൻഹുവും നമ്മൾ പഠിച്ചു അല്ലെ, സിദ്ധുവിന്റെയും കാൻഹുവിന്റെയും നേതൃത്വത്തിൽ ആയുധമെടുത്തു. രാജ്മഹൽ കുന്നുകൾ ബ്രിട്ടീഷ് ചൂഷകർക്കെതിരെ പോരാട്ടവേദിയായി. ഗോത്രജനതയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ബ്രിട്ടീഷുകാർ പകച്ചു നിന്നു. എന്നാൽ ദീർഘകാലം പിടിച്ചു നിൽക്കാൻ സന്താൾ ജനതയ്ക്ക് കഴിഞ്ഞില്ല. ആയിരക്കണക്കിന് സന്താളുകൾ പോരാട്ടത്തിൽ മരിച്ചു വീണു. അപ്പോൾ സന്താൾ കലാപം എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലെ. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിക്കുന്ന ഗോത്ര ജനതയാണ് സന്താൾമാർ എന്നുള്ളത് ഓർത്തിരിക്കുക. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവുമാണെന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഒരു സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവിനെയും കാനുവിനെയും ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വർഷം കൊടുത്തിട്ടുണ്ട് 2002. ഇവിടെ കാണുന്നുണ്ടോ? 2002 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വർഷം ഓർത്തിരിക്കുക, 2002 സ്റ്റാമ്പ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സന്താൾ ജനത നടത്തിയ ചെറുത്തുനിൽപ്പിന്റെ വിവരണമാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലെ. 1855 വർഷം ഓർത്തിരിക്കുക. ഗോത്ര ജനതയും ബ്രിട്ടീഷ് ഭരണത്തിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചു. നമ്മൾ പഠിച്ചല്ലേ ഗോത്ര വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, അതുപോലെ തന്നെ പൂനം കൃഷി, വേട്ടയാടൽ എന്നിവയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ. എന്തൊക്കെയാണ്? വനവിഭവങ്ങൾ ശേഖരിക്കൽ, കന്നുകാലി വളർത്തൽ, പൂനം കൃഷി, വേട്ടയാടൽ, ഇതൊക്കെയായിരുന്നു ഗോത്ര ജനതയുടെ ജീവിതോപാധികൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വന നിയമങ്ങൾ ഗോത്ര ജീവിതത്തെ ദുരിതമാക്കി. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ വേഗം വായിച്ചു പോകുന്നുണ്ട് കേട്ടോ. വനങ്ങളെ സംരക്ഷിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചതോടുകൂടി വനത്തിലേക്കുള്ള പ്രവേശനം നിഷേധിച്ചു. ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ മരങ്ങൾ ലഭ്യമായ വനങ്ങളായിരുന്നു സംരക്ഷിത വനമായി പ്രഖ്യാപിച്ചത്. കപ്പൽ നിർമ്മാണം, റെയിൽപാത നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വനങ്ങളിൽ നിന്ന് ബ്രിട്ടീഷുകാർ മരങ്ങൾ ധാരാളമായി മുറിച്ചിരുന്നു. തോട്ടം വ്യവസായങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയും വനങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു. ഗോത്ര ജനത ശേഖരിച്ചിരുന്ന വനവിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ ഉയർന്ന നികുതി ചുമത്തി. ഈ സാഹചര്യത്തിലാണ് വിവിധ ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നടത്തിയത്. ഓക്കെ, അപ്പോൾ അടുത്തത് കുറിച്യ കലാപമാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് കുറിച്യ കലാപം. ബാക്കിയുള്ള കുറേ ഗോത്രവർഗ്ഗക്കാരുടെ പേരൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ, 7ാം ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇവിടെ ഗോത്ര കലാപം, കുറിച്യ കലാപത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു കലാപമാണ് എന്ത്? കുറിച്യ കലാപം. വയനാട്ടിലെ കുറിച്യ കലാപം അല്ലെ, വയനാടാണ് സ്ഥലം. വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായിട്ടുള്ള കുറിച്യരും കുറുമ്പ്രരുമാണ് കലാപം നടത്തിയത്. കുറിച്യ കലാപം നടത്തിയത് ആരാണ്? വയനാട്ടിലെ ഗോത്ര ജനതയായിട്ടുള്ള കുറിച്യരും കുറുമ്പ്രരും കൂടെ ചേർന്നിട്ടാണ് കുറിച്യ കലാപം നടത്തുന്നത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 1812 കുറിച്യ കലാപം നടക്കുന്നത് കേട്ടോ. 1812 വർഷം ഓർത്തിരിക്കുക. ഇനി എന്തൊക്കെയാണ് കുറിച്യ കലാപത്തിന്റെ കാരണങ്ങളായിട്ട് പറയുന്നത്? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, ഇതൊക്കെയാണ് കുറിച്യ കലാപത്തിന് കാരണമായിട്ട് പറയുന്നത്. കലാപം നടന്നത് കുറിച്യ നേതാവായിട്ടുള്ള രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ആരുടെയാണ് കലാപം നടന്നത്? കുറിച്യരുടെ നേതാവായിട്ടുള്ള രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്ര ജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടി വധിച്ചു.
തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ. അപ്പോൾ ആരാണ് അന്നത്തെ സബ് കളക്ടർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TH ബേബർ ആണ്. കലാപത്തെ പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് പറഞ്ഞത് ആരാണ്? TH ബേബർ ആണ്, അന്നത്തെ സബ് കളക്ടർ ആണ്. 19-ാം നൂറ്റാണ്ടിൽ സന്താൾ കുറിച്യ കലാപങ്ങൾക്ക് പുറമെ നിരവധി ഗോത്ര കലാപങ്ങൾ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്നു. നമ്മളത് അവിടെ പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 7th ക്ലാസ്സിൽ അല്ലെ, ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം. അപ്പോൾ ഈ ഭീലുകളും ഖാസികളും കോളുകളും ഒക്കെ എവിടെയുള്ളവരാണ് എന്നുള്ളതും കൂടെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുക. ഓക്കെ, ഇനി നോക്കുക, ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായിട്ടുള്ള K. സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകൾ എന്താണ് പറയുന്നത്? കർഷകരുൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണോത്സവവുമായിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ചരിത്രകാരനായിട്ടുള്ള K. സുരേഷ് സിംഗ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച അടുത്തത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കൃഷിയുടെ കാര്യമൊക്കെ പഠിച്ചു. ഇനി വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ വാക്കുകളാണ്? വില്യം ബെന്റിക് പ്രഭുവിൻ്റെ വാക്കുകളാണ്. ഓക്കെ, വില്യം ബെന്റിക് പ്രഭു പറഞ്ഞതാണ്. ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഒരു കാലത്ത് ലോകമെങ്ങും പ്രശസ്തമായിരുന്ന ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെന്റിക് പ്രഭു നടത്തിയ നിരീക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, അപ്പോൾ വില്യം ബെന്റിക് പ്രഭുവിൻ്റെ വാക്കുകൾ കേട്ടല്ലോ. ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്തെ മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു. ഈ നാശത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഓക്കെ, വ്യവസായ രംഗം നശിക്കാനുണ്ടായ കാരണങ്ങളാണ് പറയുന്നത്. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ നാശത്തിനുള്ള പ്രധാന കാരണം. എന്താണ്? യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തതാണ് ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ നാശത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം. ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന യന്ത്രനിർമ്മിതമായ തുണികൾക്ക് വില കുറവായതിനാൽ ഇന്ത്യയിൽ എളുപ്പത്തിൽ വിറ്റഴിഞ്ഞു. റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അല്ലെ, റെയിൽവേ എങ്ങനെയാണ് തുടക്കം കുറിച്ചത്, ആദ്യത്തെ റൂട്ട് ഏതാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഫസ്റ്റിൽ പഠിച്ച ചാപ്റ്ററിൽ പറഞ്ഞതായിരുന്നു അല്ലേ. അപ്പം റെയിൽവേ വ്യാപകമായതും ഇന്ത്യൻ തുണി വ്യവസായത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിലെത്തുന്ന തുണിത്തരങ്ങൾ വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാനും ഗ്രാമങ്ങളിൽ പരുത്തി ശേഖരിച്ച് തുറമുഖങ്ങളിലൂടെ ബ്രിട്ടനിൽ എത്തിക്കാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ നെയ്ത്തുകാർക്ക് എന്ത് ചെയ്തു? നഷ്ടമാവുകയാണ് ചെയ്തത്. ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചുമത്തിയ ഉയർന്ന നികുതി കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്തുജോലി ഉപേക്ഷിച്ചു. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ കൂലിക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം പലരും മറ്റു ജോലികൾ തേടിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞതാണ് എന്ത്? ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, തകർച്ചയുടെ ആദ്യത്തെ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. മൂർഷിദാബാദും ധാക്കയും പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസരഹിതമാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഗ്രാമങ്ങളിലെത്തി കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഓക്കെ, മൂർഷിദാബാദും ധാക്കയും അതെന്താണ്? തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങളാണ്. അത് ജനവാസരഹിതമാവുകയും ആ ജോലി ചെയ്തിരുന്നവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഗ്രാമങ്ങളിലോട്ട് വന്നിട്ട് കൃഷിപ്പണിയിലേക്ക് തിരിയുകയും ചെയ്തു. ഇത് കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കി.
കാർഷിക മേഖലയിൽ ഏർപ്പെട്ടവരുടെ എണ്ണത്തിലെ വർധനവ് കാരണം കൃഷിഭൂമി ചെറിയ തുണ്ടുകളായി മാറി. ഉൽപാദന മുരടിപ്പായിരുന്നു ഇതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ഫലം. അല്ലെ, സ്ഥലമൊക്കെ തുണ്ടുകളായി മാറി, ഒത്തിരി കർഷകരായപ്പോൾ ഉൽപാദന മുരടിപ്പായിരുന്നു ഫലമായത്. ദെൻ കരകൗശല വ്യവസായങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ഇവിടെ നോക്കുക, ഗ്രാമീണ വ്യവസായങ്ങളും അതിന്റെ തകർച്ചയുടെ കാരണവും ഒരു കോളമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. മൺപാത്ര നിർമ്മാണം തകരാനായിട്ട് കാരണം എന്താണ്? അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി. അല്ലെ, അലൂമിനിയം പാത്രങ്ങൾ വന്നതോട് കൂടിയിട്ട് മൺപാത്ര നിർമ്മാണത്തിന്റെ വ്യവസായം തകർന്നു. ദെൻ തുകൽപ്പണി എന്താണ് തകരാനായിട്ട് കാരണം എന്താണ്? അസംസ്കൃത വസ്തുവായിട്ടുള്ള തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ്. യൂറോപ്പിലോട്ട് തുകൽ കയറ്റുമതി ചെയ്തതാണ് തകരാനായിട്ട് കാരണം. അടുത്തത് മരപ്പണി തകരാനായിട്ട് കാരണം എന്താ? ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം. ലോഹനിർമ്മിത യന്ത്രങ്ങൾ വന്നതോടുകൂടി മരപ്പണിയുടെ കാര്യവും കുറഞ്ഞു. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വ്യവസായങ്ങൾ തകരാനായിട്ട് കാരണം. കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിന്റെയും തകർച്ച ക്ഷാമങ്ങളിലേക്കും പട്ടിണി മരണത്തിലേക്കുമാണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമത്താൽ മരണമടഞ്ഞു. ഓക്കെ, അപ്പൊ കൃഷിയുടെയും വ്യവസായത്തിന്റെയും കാര്യം എങ്ങനെയാണ് തകർന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ആധുനിക വ്യവസായങ്ങളുടെ സംരംഭവും തൊഴിലാളികളുടെ അവസ്ഥയുമാണ് അടുത്തത് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചു. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായങ്ങളായിരുന്നു ആദ്യം സ്ഥാപിച്ചത്. പിന്നീട് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങി വ്യവസായങ്ങളും ആരംഭിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിനിരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എന്താണ്? മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം, കുറഞ്ഞ കൂലി, അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ എന്നിവയായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ബ്രിട്ടീഷ് ആധിപത്യകാലത്തെ തൊഴിലാളി ജീവിതം എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട്. നോക്കുക, വയറു നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിട്ടുള്ള ജർഗൻ കുസിയാസ്കിയുടെ വാക്കുകളാണ്. അപ്പൊ ഈ വേർഡ്സ് വന്നിട്ട് ഇത് ആരുടേതാണ് എന്ന് ചോദിക്കാം. അപ്പൊ ജർഗൻ കുസിയാസ്കിയുടെ വേർഡ്സ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലായിരുന്നു. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ തൊഴിലാളികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രക്ഷോഭങ്ങൾ നടത്തി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരം, നമ്മൾ ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെ സമരം പറഞ്ഞു അല്ലേ, അപ്പൊ അതെല്ലാം ഇതിന് ഉദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് അല്ലെ. അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വളർന്നില്ല. കൂടാതെ ഇവയ്ക്ക് എന്താണ്? സംഘടിത സ്വഭാവവും കുറവായിരുന്നു. എന്നാൽ 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് ഇനി പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കോളായിട്ട് കൊടുത്തിട്ടുണ്ട്, നോക്കുക. 1857 മെയ് 11, ഡേറ്റ് ഓർത്തിരിക്കുക കേട്ടോ. 1857 മെയ് 11 പുലർകാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്ന് യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. അവരിൽ ശിപ്പായിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡേറ്റ് 1857 മെയ് 11. എവിടെയാണ്? മീററ്റിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്തത്. ആരാണ് സമരം നടത്തുന്നത്? ശിപ്പായിമാരാണ്. അപ്പോൾ ഇന്ത്യൻ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഇത്രയും പോയിന്റ്സ് ഇവിടെ നിന്ന് കിട്ടിയത് മുന്നേ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന 1857 കലാപത്തിന്റെ വിവരണമാണ് നമ്മളിപ്പോൾ വായിച്ചത്. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത്.
എന്തായിരുന്നു അവരെ കലാപത്തിലോട്ട് നയിച്ചത്? അപ്പോൾ കലാപത്തിലോട്ട് നയിച്ച കാര്യം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ. എൻഫീൽഡ് തോക്കുകളുടെ കാര്യമൊക്കെയാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു ശിപ്പായിമാരുടെ അസംതൃപ്തിക്ക് കാരണം. സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകൾ എന്ന് പറയുമ്പോൾ വെടിയുണ്ട് അല്ലെ. അപ്പൊ തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നത് എന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. അപ്പോൾ ഈ പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ എന്ത് ചെയ്തു? ശിക്ഷിച്ചു. ബംഗാളിലെ ബരാക്പൂരിൽ മംഗൽ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൽ പാണ്ഡെയെ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു. അപ്പോൾ 1857 കലാപത്തിന് പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചു എന്നുള്ള പ്രചാരണമാണ്. അപ്പോൾ അതിനെതിരെ ആദ്യമായിട്ട് വന്നത് ആരാണ്? മംഗൽ പാണ്ഡെയാണ്. ശിപ്പായിമാരിൽ ഒരാളായിട്ട് മംഗൽ പാണ്ഡെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൽ പാണ്ഡെ എന്ത് ചെയ്തു? തൂക്കിക്കൊല്ലുകയും ചെയ്തു. രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്താവകാശ നിരോധന നിയമത്തിന് പുറമെ ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. രാജാക്കന്മാർക്കും ശിപ്പായിമാർക്കുമൊപ്പം സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച പണമിടപാടു രേഖകളും കണക്കു പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്ന കലാപത്തിന്റെ പ്രധാന പ്രത്യേകത അവധ എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ എന്താണ്? സാധാരണ ജനങ്ങളായിരുന്നു. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി. അപ്പോൾ 1857 കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണ്? ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളെയും നേതൃത്വം കൊടുത്തവരെയും നമ്മൾ മുന്നേ പഠിച്ചു. അതുപോലെ ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് പോരാതെ എക്സ്ട്രാ ഉള്ള 1-2 പേരുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. ഝാൻസിയിൽ നേതൃത്വം നൽകിയത് നമ്മൾ പഠിച്ചു റാണി ലക്ഷ്മിബായി ആണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നത് SCRT ബേസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇത്രയും സ്ഥലങ്ങളും അതിന് നേതൃത്വം കൊടുത്ത നേതാക്കളെയാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇതിൽ സ്ഥിരം ചോദിക്കുന്നതാണ് ലക്നൗ, ബീഗം, ഹസ്രത്ത് മഹൽ. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും അടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു അത് അല്ലെ. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തായ സമരമായിരുന്നു 1857 കലാപം. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? ഏറ്റെടുത്തു. അപ്പോൾ 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് എങ്ങോട്ട് പോയി? ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം പേർ മരിച്ചു. ഇനി ചൂഷണം തിരിച്ചറിയുന്നു. നോക്കുക, ബ്രിട്ടീഷുകാർ നടത്തിയ സാമ്പത്തിക ചൂഷണം ഇന്ത്യയിലെ
വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമുണ്ടാക്കി. ഈ മനോഭാവമാണ് 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിലേക്ക് നയിച്ച പ്രധാന ഘടകം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ് അല്ലേ. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒരു രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഐക്യബോധമാണ് ദേശീയത. അതും നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെ വളർന്നു വന്ന ദേശീയതയുടെ ഒരു സംഘടിത രൂപമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മൾ പഠിച്ചു അല്ലെ. 1885 ഡിസംബറിലാണ് ബോംബെയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് അല്ലെ. അപ്പോൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 72 പ്രതിനിധികളാണ് ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്തതെന്ന് നമ്മൾ പറഞ്ഞു. 1885 മുതൽ 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. ഓക്കെ, ഇനി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച പഠനം നടത്തിയത് ദാദാഭായ് നവറോജി ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇതും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു റിവിഷൻ പോലെ വായിക്കുക. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിച്ച പഠനം നടത്തിയത് ആരായിരുന്നു? ദാദാഭായ് നവറോജിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കാരണങ്ങളെക്കുറിച്ച് ചോർച്ചാ സിദ്ധാന്തം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന തൻ്റെ നിഗമനങ്ങളെക്കുറിച്ച് അദ്ദേഹം പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചു. അപ്പോൾ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ദാദാഭായ് നവറോജിയുടേതാണ്. ചോർച്ചാ സിദ്ധാന്തം ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടതാണ്, അദ്ദേഹത്തിൻ്റെതാണ് ചോർച്ചാ സിദ്ധാന്തം. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായിരുന്ന തകർച്ചയെക്കുറിച്ച് സ്ഥിതിവിവര കണക്കുകൾ ശേഖരിച്ച് പഠനം നടത്തിയത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദാദാഭായ് നവറോജിയെ കുറിച്ച് പഠിച്ചിരിക്കുക. ഇനി ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് എങ്ങനെയൊക്കെയാണ്? ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും പെൻഷനും, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് ലഭിച്ച ലാഭം, ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി എന്നിവയാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എങ്ങനെ ദരിദ്രമാക്കുന്നുവെന്നത് സംബന്ധിച്ച് സാധാരണക്കാരന് അവബോധമുണ്ടാക്കുന്നതിൽ ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായ് നവറോജി, രമേശ് ചന്ദ്ര ദത്ത്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയ ആദ്യകാല നേതാക്കന്മാരുടെ പങ്ക് വിലപ്പെട്ടതാണ്. തങ്ങൾ അനുഭവിക്കുന്ന ദാരിദ്ര്യവും ചൂഷണവും ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയാണെന്നുള്ള തിരിച്ചറിവ് ജനങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ശക്തമാക്കി. ഇത്തരത്തിൽ വളർന്നു വന്ന ഇന്ത്യൻ ദേശീയതയെ ചില ചരിത്രകാരന്മാർ സാമ്പത്തിക ദേശീയത എന്ന് വിശേഷിപ്പിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്വദേശി പ്രസ്ഥാനം, പുതിയ തരം ചെറുത്തുനിൽപ്പുകൾ നോക്കുക. സാമ്പത്തിക ചോർച്ച തടയാനായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും പകരം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തണമെന്നും ആദ്യകാല ദേശീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു. ഓക്കെ, സാമ്പത്തിക ചോർച്ച തടയാനായിട്ട് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആദ്യകാല ദേശീയ നേതാക്കൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്തു. 1905 ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ച സമരത്തിന്റെ പ്രധാന രീതി ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവുമായിരുന്നു. നമ്മൾ പഠിച്ചു അല്ലേ, ബംഗാൾ വിഭജനം 1905 കഴ്സൺ പ്രഭുവാണ് നടത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണവും തദ്ദേശീയ വസ്തുക്കളുടെ ഉപയോഗവും അല്ലേ. അപ്പോൾ സമരത്തിന്റെ ഭാഗമായി വിദേശ വസ്തുക്കൾ ശേഖരിച്ച് പരസ്യമായി കത്തിച്ചു. ഈ സമരരീതി സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെട്ടു. അപ്പോൾ സ്വദേശി പ്രസ്ഥാനം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, നമ്മുടെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, തദ്ദേശീയ വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് സ്വദേശി പ്രസ്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് എന്ത് നൽകി? പുതുജീവൻ നൽകി.
നിരവധി തുണിമില്ലുകൾ, സോപ്പ് ഫാക്ടറികൾ, തീപ്പെട്ടി കമ്പനികൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ബംഗാളിലെ ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി എന്നിവയ്ക്ക് തുടക്കമിട്ടത് സ്വദേശി സമരകാലത്താണ്. അപ്പോൾ സ്വദേശി സമരകാലത്ത് തുടക്കമിട്ട വ്യവസായശാലകൾ ഏതൊക്കെയാണ്? ബംഗാളി കെമിക്കൽ സ്റ്റോർ, മഹാരാഷ്ട്രയിലെ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, തമിഴ്നാട്ടിലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ എന്നിവയാണ്. ഇന്ത്യയിലേക്കുള്ള ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിൽ അക്കാലത്ത് വലിയ കുറവുണ്ടായി. അപ്പോൾ ബാക്കി പറയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നോക്കുക, കപ്പലോട്ടിയ തമിഴൻ എന്ന് പറഞ്ഞിട്ടൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, തമിഴ്നാട്ടിൽ സ്വദേശി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത VO ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. ആരാണ്? VO ചിദംബരം പിള്ള തൂത്തുക്കുടി ആസ്ഥാനമാക്കി 1906 സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. അതിനാൽ അദ്ദേഹത്തെ കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കുന്നു. പ്രാദേശിക കച്ചവടക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത 6 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ്. അപ്പോൾ കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആര് ചോദിച്ചിട്ടുള്ളതാണ്? VO ചിദംബരം പിള്ളയാണ്. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? VO ചിദംബരം പിള്ള. അതുപോലെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം 1906 ആസ്ഥാനം എവിടെയാണ്? തൂത്തുക്കുടിയാണ്. ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക. ഇനി നേരത്തെ ഒരു കോളവും കൂടെ നമ്മൾ വായിക്കാൻ വിട്ടുപോയി. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്താണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദ്യകാല നേതാക്കളിൽ ഭൂരിഭാഗം പേരും ബംഗാളികളായിരുന്നു. അതിനാൽ ബംഗാളിനെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എവിടെയാണ്? ബംഗാളാണ്. അപ്പോൾ തുടർന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താനായിട്ട് 1905 കഴ്സൺ പ്രഭു ബംഗാളിനെ വിഭജിച്ചു. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇവിടെ അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റ് ആണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമായിരുന്നു ഈ സമരത്തിന്റെ പ്രധാന സവിശേഷതകൾ. ഏത് സമരത്തിന്റെ? സ്വദേശി സമരത്തിന്റെ, അല്ലെ? സ്വദേശി പ്രസ്ഥാനം. അപ്പോൾ സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തമാണ് ഈ സമരത്തിന്റെ പ്രധാന സവിശേഷത. വിദേശ വസ്ത്രങ്ങൾ അലക്കുകയില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. ഓക്കെ, വിദേശ വസ്ത്രങ്ങൾ അലക്കില്ലെന്ന് അലക്കുകാരും വിദേശ വസ്തുക്കൾ ഉപയോഗിച്ച് പൂജ നടത്തില്ലെന്ന് പുരോഹിതന്മാരും പ്രതിജ്ഞയെടുത്തു. വിദേശത്ത് നിന്നുള്ള വളകളും പാത്രങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ട് സ്ത്രീകളും സ്കൂളുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും സമരത്തിന്റെ ഭാഗമായി. സ്വദേശി പ്രസ്ഥാനത്തോടെ ഇന്ത്യൻ ദേശീയത എന്ത് ചെയ്തു? കൂടുതൽ ശക്തിപ്പെട്ടു. സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ് ഇന്ത്യൻ ദേശീയത കൂടുതൽ ശക്തിപ്പെട്ടത്. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. അവരറിയപ്പെടുന്ന പേരെന്താണ്? ലാൽ പാൽ ബാൽ. നമ്മൾ പഠിച്ചതാണ്, അല്ലേ? സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവഹിച്ചു. അപ്പോൾ ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ എന്നിവരാണ്. അപ്പോൾ അവർ ലാൽ പാൽ ബാൽ എന്നറിയപ്പെട്ടു. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും. ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥമായ ഇന്ത്യൻ മനസ്സുകളെ ഏകോപിപ്പിച്ച് ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിൽ തിലകൻ നിർണായക പങ്കുവച്ചു. ഇതിനാൽ ഇദ്ദേഹത്തെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനും ചരിത്രകാരനായിട്ടുള്ള വാലന്റൈൻ ഷിറോളും വിശേഷിപ്പിച്ചു. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? തിലകനാണ്. ബാലഗംഗാധര തിലകാണ്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? വാലന്റൈൻ ഷിറോൾ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയും ചെയ്ത ബ്രിട്ടീഷ് നയങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ ഒരു സംഘടിത രൂപം പ്രാപിച്ചതെങ്ങനെയെന്ന് കണ്ടല്ലോ. ഇത്തരം പ്രതിഷേധങ്ങളാണ് ഇന്ത്യൻ ദേശീയതയായി പരിണമിച്ചത്.
ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നു വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും. നമ്മൾ പഠിച്ചു അല്ലെ, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണവും സ്വദേശി നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗവും തന്നെയാണ് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളിലെ മൂർച്ചയേറിയ ആയുധമായിരുന്നത്. പിൽക്കാലത്ത് ഗാന്ധിജി ഈ സമരത്തെ കൂടുതൽ ശക്തവും ജനകീയവുമാക്കിയ ഒന്നാക്കിയിട്ട് മാറ്റി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് അടുത്തത് 10th സ്റ്റാൻഡേർഡിൽ തന്നെ 5ാമത്തെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അത് നമുക്ക് നോക്കാം. ചാപ്റ്ററിന്റെ പേര് സംസ്കാരവും ദേശീയതയും. 5ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇന്ത്യയുടെ നാനാത്വം വമ്പിച്ചതാണ്, അത് പ്രത്യക്ഷമാണ്, അത് ഉപരിതലത്തിൽ പൊന്തി നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്തിനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിലെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറയുന്നത് എഴുതിയത്. ആ ഒരു കാര്യം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള വരികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കോട്ടോ. ഞാനിപ്പോൾ അത് വായിക്കാൻ നിൽക്കുന്നില്ല, കുറേ സമയം എടുക്കും. അപ്പോൾ അതൊന്ന് വായിക്കുക. അവിടെ പറയുന്നത് എന്താണ്? വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വത്തെയാണ് നെഹ്റുവിൻ്റെ ഈ വരികളിലൂടെ ഇവിടെ പറയുന്നത്. ഓക്കെ, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏകത്വമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏകത്വമാണ് ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ രൂപപ്പെടലിന് നിരവധി ഘടകങ്ങൾ കാരണമായി. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ. ഇന്ത്യൻ ദേശീയത രൂപപ്പെടാനുള്ള കാരണങ്ങൾ കുറേ അധികം പഠിച്ചു. ജാതി, മത, വർഗ, പ്രാദേശിക വ്യത്യാസങ്ങൾക്കുപരിയായി ഒരു രാജ്യത്തെ ജനതയുടെ മാനസിക ഐക്യമാണ് എന്ത്? ദേശീയത. നമ്മൾ റിപ്പീറ്റ് ചെയ്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രത്തോളം അത് തറവായിട്ട് പഠിക്കുക. ഓക്കെ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ ദേശീയ ബോധം വളർത്തിയത് എങ്ങനെയാണ് എന്ന് നമ്മൾ ഇത്രയും നേരം പഠിച്ചു. അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുണ്ടായ നിരവധി മാറ്റങ്ങളും ഇന്ത്യൻ ജനതയുടെ ദേശീയ ബോധത്തെ ശക്തമാക്കി. ഇന്ത്യയുടെ ദേശീയതയെ രൂപപ്പെടുത്തിയ വിവിധ സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക. 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും 2 തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു. എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും തിന്മകൾക്കും അവകാശ നിഷേധങ്ങൾക്കും എതിരായവ. 2, ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരുന്ന സാമ്രാജ്യത്വ ചൂഷണത്തിന് എതിരായവ. ഇത് രണ്ടുമാണ് 19ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സാംസ്കാരിക രംഗത്തും ആശയതലങ്ങളിലും ഉയർന്നു വന്ന 2 പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ജനതയുടെ സാംസ്കാരികവും ആശയപരവുമായിട്ടുള്ള ഇടപെടലും പ്രതിഷേധവും സാമൂഹിക ജീവിതം, വർത്തമാന പത്രങ്ങൾ, വിദ്യാഭ്യാസം, സാഹിത്യം, കല തുടങ്ങി വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ രംഗങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ ദേശീയ ഐക്യത്തിന് വഴിയൊരുക്കി. അപ്പോൾ ഈ ഓരോ രംഗങ്ങളുമാണ് നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വർത്തമാന പത്രങ്ങൾ, സാമൂഹിക ജീവിതം, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. കോളനി ഭരണവും ദേശീയതയും. ഇന്ത്യൻ ജനതയുടെ ജീവിതത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ അറിയേണ്ടത് തങ്ങളുടെ ഭരണം ശക്തിപ്പെടുത്താൻ അത്യന്താപേക്ഷിതമാണെന്ന് ബ്രിട്ടീഷുകാർ കരുതി. സംസ്കൃതത്തിലും പേർഷ്യനിലും രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും അവർ ഇന്ത്യയെക്കുറിച്ച് അറിവ് നേടി അല്ലെ. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ ജീവിതവും സംസ്കാരവും എന്താണ് എന്നുള്ളത് ആഴത്തിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ബ്രിട്ടീഷുകാരുടെ ഭരണം ശക്തിപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ അവർ എന്ത് ചെയ്യുകയാണ്? സംസ്കൃതത്തിലും പേർഷ്യനിലും ഒക്കെ രചിക്കപ്പെട്ട കൃതികൾ വായിച്ചും പരിഭാഷപ്പെടുത്തിയും ഇന്ത്യയെക്കുറിച്ച് നല്ലപോലെ അറിവ് നേടുകയാണ് ബ്രിട്ടീഷുകാർ. കൂടുതൽ പഠനങ്ങൾക്കും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും വേണ്ടിയിട്ട് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുന്നതും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്നതിനുമായിട്ട് ചില സ്ഥാപനങ്ങൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി. ആ സ്ഥാപനങ്ങളും അതിൻ്റെ സ്ഥാപകരുമാണ് പറയുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ് കേട്ടോ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ് ആണ്.
ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ ആണ്. ഓക്കെ, ജൊനാഥൻ ഡങ്കൻ ആണ് ബനാറസ് സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ. ഒരു ടേബിള് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്നാൽ ഇതിലൂടെ മാത്രം ഇന്ത്യയെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ആവില്ലെന്ന് ആര് തിരിച്ചറിഞ്ഞു? ബ്രിട്ടീഷുകാർ തിരിച്ചറിഞ്ഞു. വ്യാപാര വളർച്ചയ്ക്കായി ഇന്ത്യയുടെ സാമൂഹിക രംഗത്ത് ബ്രിട്ടൻ കൂടുതൽ ഇടപെടണമെന്ന് സ്വതന്ത്ര വ്യാപാരത്തിനായി വാദിക്കുന്ന ചിന്തകർ ആവശ്യപ്പെട്ടു. ജനപിന്തുണയില്ലാതെ ശക്തമായ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാനാവില്ലെന്ന് ബ്രിട്ടൻ മനസ്സിലാക്കി. തുടർന്ന് ഇന്ത്യൻ ജനതയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാൻ അവർ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് അവർ എന്ത് ചെയ്യുന്നത്? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത്. അപ്പോൾ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമാണ് ബ്രിട്ടീഷ് ഭരണം ഇവിടെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ എന്ന് മനസ്സിലാക്കി അവർ എന്ത് ചെയ്യുകയാണ്? ചില ജനങ്ങളുടെയെങ്കിലും കുറച്ച് ജനങ്ങളുടെയെങ്കിലും പിന്തുണ കിട്ടാനായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ മെക്കാളെ പ്രഭുവിന്റെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. പറഞ്ഞത് ആരാണ്? മെക്കാളെ പ്രഭുവാണ്. ഓക്കെ, മെക്കാളെ പ്രഭുയുടെ വാക്കുകൾ ചോദിക്കാറുണ്ട്. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാളെ പ്രഭു. ഓക്കെ, അടുത്തത് സയന്റിഫിക് സൊസൈറ്റികൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. നോക്കുക. 19-ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കുവാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ. ഇപ്പം എന്തിനാണ് സയന്റിഫിക് സൊസൈറ്റികൾ വന്നത്? ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താൻ, ശാസ്ത്രബോധം പ്രചരിപ്പിക്കാൻ, ചർച്ച ചെയ്യാനുമായിട്ടാണ് സയന്റിഫിക് സൊസൈറ്റികൾ സ്ഥാപിക്കപ്പെടുന്നത്. നോക്കുക. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി എന്താണ്? യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി വന്നത് കൽക്കട്ടയിലാണ്. 1825. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി വന്നതും കൽക്കട്ടയിലാണ്. അപ്പോൾ കൽക്കട്ടയിൽ രണ്ട് കാര്യങ്ങളായി. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് കൽക്കട്ടയിലാണ്, പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സൊസൈറ്റി കൽക്കട്ടയിലാണ്. വർഷം 1825 യൂറോപ്യൻ ശാസ്ത്രങ്ങളുടേത്. 1838 പൊതുവിവരങ്ങൾ. അടുത്തത് മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എവിടെയാണ്? ബംഗാളിലാണ്. 1876 എന്ത് വരുന്നത്? ഇന്ത്യൻ അസോസിയേഷൻ വരുന്നത്. മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിലാണ്. 1876. അടുത്തത് ബനാറസ് സംവാദ ക്ലബ്ബ് എവിടെയാണ്? ബനാറസിലാണ്. 1861. അത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുണ്ട് അല്ലേ? ബനാറസ് സംവാദ ക്ലബ്ബ് ബനാറസിലാണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി എവിടെയാണ്? അലിഗഡിലാണ്. 1864. അടുത്തത് ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാറിലാണ്. 1868. അപ്പോൾ ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക കേട്ടോ. ഇനി 1835 ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കുന്ന അവസരത്തിൽ മെക്കാളെ പറഞ്ഞ വാക്കുകളാണിത്. നമ്മളിപ്പോൾ മെക്കാളെ പ്രഭുവിൻ്റെ വാക്കുകൾ പഠിച്ചില്ലേ? ഇതിൽ നിന്ന് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷുകാരുടെ ജീവിത രീതികളോട് താല്പര്യമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുക, അതിലൂടെ ജനങ്ങളെ പ്രീതിപ്പെടുത്തി ജനങ്ങളുടെ താല്പര്യത്തോടു കൂടി തന്നെ ബ്രിട്ടീഷ് ഭരണം കൊണ്ടുപോവുക, ഇതൊക്കെയായിരിക്കും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം അല്ലേ? 19-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലീഷ് സംസ്കാരവും ആശയങ്ങളും ഇന്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു കയറിയപ്പോൾ അവയെ പ്രതിരോധിക്കേണ്ടത് അനിവാര്യമാണെന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം കരുതി അല്ലെ? അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ തുടങ്ങി, ഇംഗ്ലീഷ് സംസ്കാരവും ആശയവും എല്ലാം ഇന്ത്യൻ സമൂഹത്തിലേക്ക് പെട്ടെന്ന് തന്നെ കയറി വന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കണം എന്ന് ഇന്ത്യയിലെ ഒരു വിഭാഗം ആളുകൾ കരുതി. അപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തവരായിരുന്നു ഇങ്ങനെ ചിന്തിച്ചവരിൽ ഭൂരിഭാഗം പേരും. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ പ്രതിരോധിക്കണം എന്ന് ചിന്തിച്ചവർ ആരാണ്? ഒന്ന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയും അതിലൂടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, യുക്തിചിന്ത, തുല്യനീതി, ശാസ്ത്രബോധം, സോഷ്യലിസം, പൗരാവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്തവരായിരുന്നു ഈ തീരുമാനിച്ചവർ. ഇങ്ങനെ
അവർ ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പരിഷ്കരിക്കാനും അവയുടെ സഹായത്താൽ പാശ്ചാത്യ സംസ്കാരത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കുവാനും ശ്രമിച്ചു. അതിനായി അവർ ഇന്ത്യൻ സമൂഹം, ഭാഷ, കല, സാഹിത്യം തുടങ്ങിയവയെ നവീകരിച്ചു. അത് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും അവകാശ നിഷേധങ്ങളെയും ചെറുക്കാനും അതിലൂടെ ഇന്ത്യൻ ജനതയിൽ ഐക്യബോധം സൃഷ്ടിക്കുവാനും ഇടയാക്കി. ഓക്കെ, ഇനി സാമൂഹിക പരിഷ്കരണമാണ് നോക്കുന്നത്. ഇന്ത്യൻ ജനങ്ങളിൽ വളർന്നു വന്ന സ്വതന്ത്ര ചിന്ത, ആധുനികവൽക്കരണത്തോടുള്ള താല്പര്യം, യുക്തിചിന്ത എന്നിവ 19-ാം നൂറ്റാണ്ടിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് 2 ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്താണ്? ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഓക്കെ, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ഒന്ന്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴിനടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അന്നത്തെ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക ഘടന ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് അനുയോജ്യമായിരുന്നില്ല, അല്ലെ? ബ്രിട്ടീഷുകാർ വന്ന് ആകെ കൂടെ എന്താണ്, കുഴഞ്ഞ പരുവത്തിൽ കിടക്കുന്ന ഒരു സാമൂഹിക സാമ്പത്തിക ഘടനയാണ് നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്, അതായത് സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഈ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം, സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം എന്തായിരുന്നു? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്ക് എതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരാഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇതൊക്കെയായിരുന്നു സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്തൊക്കെയായിരുന്നു? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക, എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക, വിധവാ പുനർവിവാഹം നടപ്പിലാക്കുക, ശൈശവ വിവാഹം, പൗരാഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക. ഇത്തരത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അല്ലെ? 7-ാം ക്ലാസ്സിലെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത ആളാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. അത് നമ്മൾ പറഞ്ഞു. വിവിധ ജാതികളിലായി വിഭജിക്കപ്പെട്ട അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിന്റെ സ്ഥാനത്ത് ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഒരൊറ്റ ഇന്ത്യൻ സമൂഹം എന്ന ആശയം പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ഇത് ഇന്ത്യക്കാരിൽ രാജ്യസ്നേഹം വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു. അങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഐക്യവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. ഓക്കെ, രാഷ്ട്രത്തിന്റെ ഐക്യം എന്തായിട്ട് മാറി? സാമൂഹിക പരിഷ്കരണത്തിന്റെ ലക്ഷ്യമായി മാറി. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഓക്കെ, സ്ത്രീകളുടെ പദവി ഉയർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർക്കും സ്വത്തിനുമേൽ അവകാശം നൽകണം എന്ന് രാജാറാം മോഹൻ റോയ് ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിരവധി പേർ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയപ്പോൾ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയത് ആരാണ്? ബംഗാളിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായാണ് 1856 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത്. അപ്പോൾ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം 1856 അതിനുവേണ്ടി പ്രവർത്തിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. സ്ത്രീകളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി അദ്ദേഹം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഓക്കെ, വനിതകളുടെ ഉന്നമനത്തിനായും ചില പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ അക്കാലത്ത് രൂപം കൊണ്ടു. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പണ്ഡിത രമാബായ് ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ. ഓക്കെ, ശാരദാ സദൻ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്.
അപ്പോൾ വനിതകളുടെ ഉന്നമനത്തിനായിട്ട് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. അങ്ങനെ വന്നതാണ് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് പണ്ഡിത രമാബായിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചല്ലേ. അപ്പോൾ പണ്ഡിത രമാബായി വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ട് മുന്നോട്ട് വന്ന ആളാണ് പണ്ഡിത രമാബായി. അവർ സ്ഥാപിച്ചത് എന്താണ്? ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. അക്കാലത്ത് രൂപം കൊണ്ട വിവിധ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിന് നേതൃത്വം നൽകിയവരുമാണ് നമുക്കിവിടെ ഒരു കോളമായിട്ട് തന്നിട്ടുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇവിടെ നിന്നും നമുക്ക് എന്തായാലും ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആര്യസമാജം എന്ന് പറയുന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിക്കുന്നത്. ഓക്കെ, സ്വാമി ദയാനന്ദ സരസ്വതി. അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്തുകൊണ്ട് ആര്യസമാജം എന്ന് പറയുന്ന പരിഷ്കരണ പ്രസ്ഥാനം കൊണ്ടുവന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അടുത്തത് രാമകൃഷ്ണ മിഷൻ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് അതിനോടുള്ളതുമായിട്ടാണ് രാമകൃഷ്ണ മിഷൻ കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ് കൊണ്ടുവന്നത്. അതിൻ്റെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ജാതി വ്യവസ്ഥ, അനാചാരങ്ങൾ എന്നിവയെ എതിർത്തു. സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അടുത്തത് അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ, കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ. അലിഗഡ് പ്രസ്ഥാനം കൊണ്ടുവന്നത് സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായി വാദിച്ച ആളാണ് സർ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ. അടുത്തത് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗാണ് കൊണ്ടുവന്നത്. ഓക്കെ, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗ്. എന്തായിരുന്നു ആശയങ്ങൾ? മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായിട്ട് നിലകൊണ്ടു. ഓക്കെ, അടുത്തത് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി കൊണ്ടുവന്നത് ആനി ബസന്റ് ആണ്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാനത്തിനായി നിലകൊണ്ടു. അടുത്തത് ഹിതകാരിണി സമാജം, സ്ഥിരം ചോദിക്കുന്നതാണ്, വീരേശലിംഗമാണ്. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി. ഓക്കെ, ഹിതകാരിണി സമാജം, വീരേശലിംഗം. അടുത്തത് സത്യശോധക് സമാജം നമ്മൾ പഠിച്ചു, ജ്യോതിബ ഫൂലെയാണ്. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു. പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനം, ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. ഓക്കെ, ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനം. ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു. ദെൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, ശ്രീനാരായണ ഗുരുവാണ് എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ആശയങ്ങൾ? ജാതി വ്യവസ്ഥയെയും ദുരാചാരങ്ങളെയും എതിർത്തു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായി നിലകൊണ്ടു. ഓക്കെ, അപ്പോൾ ഒരു ടേബിൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന ഫലമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന നിരവധി അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? നിർബന്ധിതരായി. അവ ഏതൊക്കെ കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർ നിരോധിക്കാനായിട്ട് നിർബന്ധിതരായത് എന്നുള്ളത് നോക്കുക. ഏതൊക്കെയാണ്? പെൺശിശുഹത്യ നിരോധിച്ചു. സതി നിരോധിച്ചു. വിധവ പുനർവിവാഹം നടപ്പിലാക്കി. അടിമത്തം നിരോധിച്ചു. ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓക്കെ, ഇതൊക്കെയാണ് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയത്. ഓക്കെ, ഇനി നോക്കുക, ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ച ആശയങ്ങൾ ഇന്ത്യക്കാരിൽ ദേശീയബോധം സൃഷ്ടിക്കാൻ കാരണമായത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് കൊടുത്തിട്ടുള്ളത്. ജാതി വ്യവസ്ഥയോടുള്ള എതിർപ്പ്, തുല്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള വാദം, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞതാണ് അല്ലേ. ഓക്കെ, ഇനി പത്രങ്ങൾ ദേശത്തെ ഒന്നാക്കുന്നു. പത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻ പൗരന് അവൻ്റെ സ്വാഭാവികത നഷ്ടമായി. അവൻ്റെ ജീവരക്തം വരണ്ടുണങ്ങി. അർദ്ധപട്ടിണിക്കാരനും അർദ്ധനഗ്നനുമാണവൻ. സ്വാദിഷ്ടമായ ഒരു വിഭവം അവന് ലഭിക്കുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞിരിക്കുന്നു. പരിതാപകരമാണ് അവൻ്റെ അവസ്ഥ. അപ്പോൾ ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമായിട്ടുള്ള സുലഭ് സമാചാറിൽ വന്ന ഒരു വാർത്തയാണ് നമ്മളിപ്പോൾ വായിച്ചത്.
ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യക്കാർക്കുണ്ടായ അവസ്ഥ ആണ് ഈ വാർത്തയിൽ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അക്കാലത്തെ വർത്തമാന പത്രങ്ങൾ ഇന്ത്യൻ ജനതയുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത്. ദേശീയ സമരകാലത്തെ പത്രങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ഇന്ത്യയുടെ ഓരോ ഭാഗത്തും നടക്കുന്ന അടിച്ചമർത്തലിനെയും മർദ്ദക ഭരണത്തെയും കൂട്ടക്കൊലയെയും കുറിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ജനങ്ങൾക്ക് വിവരം നൽകി ഇന്ത്യൻ സമൂഹത്തിലെ തിന്മകൾക്കും അനാചാരങ്ങൾക്കുമെതിരായി നടക്കുന്ന സാമൂഹ്യ പരിഷ്കരണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായും ഇന്ത്യയിലെ സാമൂഹികമായ തിന്മകൾക്കെതിരായും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ജനങ്ങളെ പ്രേരിപ്പിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും സമത്വത്തിനുമായുള്ള ജനങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് വിവരം നൽകി ബ്രിട്ടീഷ് ഭരണത്തിന്റെ സാമ്പത്തിക ചൂഷണങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി. പ്ലേഗ്, ക്ഷാമം എന്നിവ മൂലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ട വാർത്ത ഇന്ത്യയിലെമ്പാടും എത്തിച്ചു. അപ്പോൾ പത്രങ്ങളിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങളിലോട്ട് എത്തിച്ചത് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ദേശീയ സമരകാലത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളും അതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നുള്ളതാണ്. ഇത് നമ്മൾ കോഡൊക്കെ ഉപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മറന്നു പോകില്ല, നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം കൊടുത്തിട്ടുള്ളത് ഹിന്ദു സ്വദേശി മിത്രം എന്ന് പറയുന്ന പത്രം ആരാണ് കൊണ്ടുവന്നത്? ജി സുബ്രഹ്മണ്യ അയ്യരാണ്. ഓക്കെ, ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷാണ്. അതുപോലെ മോത്തിലാൽ ഘോഷ്, ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത ബസാർ പത്രിക. ബോംബെ സമാചാർ ഫർദൂർജി മർസബാൻ. ഓക്കെ, ഫർദൂർജി മർസബാൻ ആണ് ബോംബെ സമാചാർ. കേസരി മറാത്ത നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, ബാലഗംഗാധര തിലകിൻ്റെതാണ് കേസരി മറാത്ത. ബംഗാളി ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജിയുടേതാണ് ബംഗാളി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയുടേതാണ് വോയിസ് ഓഫ് ഇന്ത്യ. ദെൻ ഷോം പ്രകാശ് ആരുടേതാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽ ആരുടേതാണ്? മിസസ് ആനി ബസന്റിൻ്റെതാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ. യങ് ഇന്ത്യ ഹരിജൻ രണ്ടും മഹാത്മാഗാന്ധിയുടേതാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെതാണ് അൽ ഹിലാൽ. വന്ദേ മാതരം ലാല ലജ്പത് റായുടേതാണ് വന്ദേ മാതരം. നേഷൻ എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണ്. ഓക്കെ, അപ്പോൾ പത്രം ആ ഒരു കോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ നേതാക്കളും തങ്ങളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആശ്രയിച്ച പ്രധാന മാർഗം വർത്തമാന പത്രങ്ങളാണ്. അക്കാലത്ത് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് സാമൂഹിക സേവനമായാണ് കരുതിയിരുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയങ്ങളെ അവ എതിർക്കുകയും ശക്തമായി വിമർശിക്കുകയും ചെയ്തു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സംവാദ് കൗമുദി, പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്ത് ഉൽ അക്ബർ. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ രണ്ട് പത്രങ്ങളാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷ, പേർഷ്യൻ ഭാഷയിലുള്ള മിറാത്തുൽ അക്ബർ എന്നിവ സാമൂഹ്യ പരിഷ്കരണം, ദേശീയത, ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകി. ഇവയുടെ പാത പിന്തുടർന്ന് നിരവധി പത്രങ്ങൾ വിവിധ ഭാഷകളിൽ പുറത്തിറങ്ങി. ഇവയിൽ ഭൂരിഭാഗവും പ്രസിദ്ധീകരിച്ചത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കളായിരുന്നു. വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവയെ നിയന്ത്രിക്കാൻ പല ശ്രമങ്ങളും നടത്തി. അതിൽ പ്രധാനപ്പെട്ടതാണ് 1878 ലിട്ടൺ പ്രഭു നടപ്പാക്കിയ പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഓക്കെ, അപ്പോൾ വർത്തമാന പത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്തു? അവയെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു നിയമം കൊണ്ടുവന്നു. 1878 ലിട്ടൺ പ്രഭു ആണ് കൊണ്ടുവന്നത് പ്രാദേശിക ഭാഷാ പത്ര നിയമം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നു. ഇതിലൂടെ പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരികയും ഗവൺമെന്റ് അത് പിൻവലിക്കുകയും ചെയ്തു. അക്കാലത്ത് പത്രങ്ങൾ വായിക്കുന്നതും അതിലെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പത്രങ്ങളെ സംരക്ഷിക്കുന്നതും ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. ഓക്കെ, അപ്പോൾ വാർത്തകൾ അല്ലെങ്കിൽ പത്രങ്ങൾ നിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ അതിനെതിരായിട്ട്
എന്താണ് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവും എല്ലാം ഉയർന്നു വന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഈ പത്രങ്ങൾ വായിക്കരുത് എന്നുള്ള ഒരു നയം കൊണ്ടുവരുമ്പോഴത്തേനും അക്കാലത്തെ പത്രങ്ങൾ വായിച്ചാൽ, അതുപോലെ തന്നെ അതിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുക, പത്രങ്ങൾ സൂക്ഷിച്ചു വെക്കുക, ഇതെല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്നാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പത്രങ്ങളുടെ കാര്യം പഠിച്ചു. ഇനി വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കുക, ആദ്യം നമുക്കൊരു 3 കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. ആരുടെ വാക്കുകളാണ്? രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വേർഡ്സ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടെ ചേർത്തൊരു നോട്ട് ഉണ്ടാക്കുക. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. അടുത്തത് കേശബ് ചന്ദ്ര സെന്നിന്റെ വാക്കുകളാണ്. എന്താണ്? പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും. ആരാണ് പറഞ്ഞത്? കേശബ് ചന്ദ്ര സെൻ ആണ്. ദെൻ വീരേശലിംഗത്തിന്റെ വാക്കുകളാണ്. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. ഓക്കെ, ഇനി നോക്കുക, വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയെയും ആവശ്യകതയെയും കുറിച്ച് വിവിധ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ കാഴ്ചപ്പാടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ വിദ്യാഭ്യാസം എന്തിനെല്ലാം സഹായകമാകും? ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഐക്യം നിലനിർത്താൻ എല്ലാം സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നതായിരുന്നു ദേശീയ ബോധം വളർത്താനുള്ള പ്രധാനപ്പെട്ട മാർഗം അല്ലെ. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത്. അതിലൂടെ മതേതര വിദ്യാഭ്യാസം എല്ലാ വിഭാഗക്കാർക്കും നൽകാൻ കഴിഞ്ഞു. 1884 ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്ന് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ദേശീയ കാഴ്ചപ്പാടോടെ ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ദേശീയ കാഴ്ചപ്പാടോടുകൂടി ഇന്ത്യയിൽ രൂപീകൃതമായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഉദാഹരണം ആണ് പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ആരൊക്കെ ചേർന്നാണ്? 1884 ജി അഗാർക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ എന്നിവർ ചേർന്നിട്ടാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിക്കുന്നത്. 1884 ഇന്ത്യക്കാരുടെ സാമൂഹികവും രാഷ്ട്രീയവും സാംസ്കാരികവുമായിട്ടുള്ള പുരോഗതിക്ക് ആധുനിക വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് അതിൻ്റെ സ്ഥാപകർക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ മുദ്രയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നൊന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് പൂനെ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇനി 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച സ്വദേശി പ്രസ്ഥാനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്കായി നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. 1916 DK കാർവേ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ആരാണ് സ്ഥാപിച്ചത്? 1916 DK കാർവേ ആണ്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് അനേകം വിദ്യാലയങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപം കൊണ്ടു. പാശ്ചാത്യ വിദ്യാഭ്യാസത്തോടും സാമൂഹിക അനാചാരങ്ങളോടുള്ള എതിർപ്പും ദേശീയമായ കാഴ്ചപ്പാടും ഇവയുടെ മുഖമുദ്രയായിരുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? മഹാരാഷ്ട്രയിൽ 1916 DK കാർവേ ആണ് സ്ഥാപിച്ചത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. രവീന്ദ്രനാഥ ടാഗോർ ബംഗാളിൽ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാല. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ചതാണ് വിശ്വഭാരതി സർവകലാശാല. എവിടെയാണ്? ബംഗാളിലാണ്. രാഷ്ട്രങ്ങളുടെ അതിരുകൾക്കപ്പുറത്തുള്ള അന്തർദേശീയ സാഹോദര്യത്തിന് ഊന്നൽ നൽകിയ കോളേജാണ് വിശ്വഭാരതി സർവകലാശാല. പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയായിരുന്നു ഇതിലൂടെ ടാഗോർ ലക്ഷ്യമിട്ടത്. എന്താണ്? പാശ്ചാത്യവും പൗരസ്ത്യവുമായിട്ടുള്ള സംസ്കാരങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് രവീന്ദ്രനാഥ ടാഗോർ ലക്ഷ്യമിട്ടത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമായിരുന്നു ജാമിഅ മില്ലിയ ഇസ്ലാമിയ. ഓക്കെ, എന്താണ് നോക്കുക?
ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി, പേര് ഓർത്തിരിക്കുക, ഇവരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചതാണ് ജാമിഅ മിലിയ ഇസ്ലാമിയ. ജാമിഅ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവർ ചേർന്നിട്ട് എവിടെയാണ്? അലിഗഡിലാണ്. അലിഗഡിൽ സ്ഥാപിച്ചതാണ് ജാമിഅ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്നത്. മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ എന്ന കാഴ്ചപ്പാടായിരുന്നു ഇതിന്റെ അടിസ്ഥാനം. അപ്പോൾ ജാമിഅ മിലിയ ഇസ്ലാമിയയുടെ അടിസ്ഥാനം എന്താണ്? മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു അടിസ്ഥാനം. പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും കടന്നുകയറ്റം ഇന്ത്യയുടെ പാരമ്പര്യ കലാരൂപങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായി. തുടർന്ന് ഇതിനെ പ്രതിരോധിക്കാനും പാരമ്പര്യ കലാരൂപങ്ങളെ ഉദ്ധരിക്കാനുമായി ഇന്ത്യയിൽ നിരവധി ശ്രമങ്ങൾ നടന്നു. ഈ ലക്ഷ്യത്തോടെയാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. 1937 മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു. വാർധ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെട്ട ഇതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു. അപ്പോൾ 1937 വാർധ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരുന്നത്. ആരുടെയാണ്? ഗാന്ധിജിയുടേതാണ്. എന്താണ് അതിന്റെ ലക്ഷ്യം? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വാർധ വിദ്യാഭ്യാസ പദ്ധതി 1937 മഹാത്മാഗാന്ധി. ലക്ഷ്യം എന്താണ്? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ചില തൊഴിലുകൾ പഠിച്ചാൽ അത് ഭാവി ജീവിതത്തിന് ഗുണകരമാകുമെന്ന് അദ്ദേഹം കരുതി. ഇത്തരത്തിൽ വളർന്നു വരുന്ന ഒരു തലമുറയുടെ ബ്രിട്ടീഷുകാരെ പ്രതിരോധിക്കാമെന്ന് ഗാന്ധിജി അഭിപ്രായപ്പെട്ടു. അതാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു കൈത്തൊഴിലും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ബ്രിട്ടീഷുകാരോട് എതിർത്ത് നിൽക്കുവാനുള്ള ഒരു ശക്തിയെല്ലാം കിട്ടും എന്നുള്ളതാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. ഓക്കെ, അതാണ് വാർധ വിദ്യാഭ്യാസ പദ്ധതി, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി. ഇനി അടുത്തത് നയീ താലീം. നയീ താലീം എന്ന് പറയുന്നത് എന്താണ്? ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ. ഓക്കെ, ഉൽപാദനക്ഷമമായിട്ടുള്ള ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു. 8 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയീ താലീം, നൂതന വിദ്യാഭ്യാസം അല്ലെങ്കിൽ നയീ താലീം എന്നറിയപ്പെടുന്നത്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം, അത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വിഭാവനം ചെയ്ത ഈ ഒരു പഠന രീതിയാണ് നയീ താലീം എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1937 വാർധാ സമ്മേളനമാണ് ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഡോക്ടർ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഓക്കെ, അപ്പോൾ വാർധാ പദ്ധതി, നയീ താലീം നിയമം. ഓക്കെ, നയീ താലീം എന്ന് പറയുന്ന വിദ്യാഭ്യാസ പദ്ധതി രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, സാഹിത്യവും ദേശീയതയും. സാഹിത്യവും ദേശീയതയും ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായ പ്രതിഷേധം സാഹിത്യത്തിലും പ്രതിഫലിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ജീർണതകൾക്കും ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തിനും എതിരായിട്ടുള്ള പ്രതിഷേധം എവിടെയും പ്രതിഫലിച്ചു? സാഹിത്യത്തിലും പ്രതിഫലിച്ചു. രാജ്യത്തിന്റെ ഓരോ ഭാഗത്തും ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും പ്രതിസന്ധികളും സാഹിത്യകാരന്മാർ തങ്ങളുടെ കൃതികളിൽ ചിത്രീകരിച്ചു. ഇവ വായിച്ച മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഈ ദുരിതങ്ങൾ തങ്ങളുടേതാ കൂടിയാണെന്ന് അനുഭവപ്പെട്ടു. ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ വ്യവസ്ഥയ്ക്കെതിരായി പ്രതിഷേധിക്കാൻ മുന്നോട്ട് വന്നു. കവിതകൾ, കഥകൾ, നാടകങ്ങൾ, നോവലുകൾ തുടങ്ങിയവയിലൂടെ എഴുത്തുകാർ തങ്ങളുടെ പ്രതിഷേധം ജനങ്ങളുമായി പങ്കുവച്ചു. ഇത് ജനങ്ങളിൽ ചൂഷണ വിരുദ്ധ മനോഭാവവും സ്വന്തം രാജ്യത്തോട് ഇഷ്ടവും വളരുന്നതിന് കാരണമായി. മാതൃരാജ്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രാദേശിക ഭാഷകളിൽ രചിക്കപ്പെട്ട കൃതികൾ നിരക്ഷരരായ ജനങ്ങളും സാക്ഷരരായ വരേണ്യവർഗവും തമ്മിലുള്ള അന്തരം കുറച്ചു. ശിശിർ കുമാർ ഘോഷ്,
സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച നാടകത്തിലൂടെയാണ് ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഭാരതമാത എന്ന് പറയുന്ന സങ്കല്പം വരുന്നത് ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ ടാഗോറിന്റെയും നാടകത്തിലൂടെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി തുടർന്ന് ബംഗാളി സാഹിത്യകാരനായിട്ടുള്ള ബങ്കിം ചന്ദ്ര ചാറ്റർജി ഒരു പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റി ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച ആനന്ദമഠമാണ് അദ്ദേഹത്തിന്റെ നോവലുകളിൽ ഏറ്റവും ശ്രദ്ധേയം. ആനന്ദമഠം ആരെഴുതിയതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. അതിലെന്താണ് അതിൻ്റെ ആശയം എന്ന് പറയുന്നത്? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ് അതിൻ്റെ പ്രമേയം. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപമാണ്. ഇതിലൂടെ ബംഗാളിലെ കർഷകരുടെ അവസ്ഥയും സമ്പന്നരും സാധാരണക്കാരും തമ്മിലുള്ള വ്യത്യാസവും ഇന്ത്യയിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ വന്ദേ മാതരം എടുത്തിട്ടുള്ളത് ഏതിൽ നിന്നാണ്? ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം. ഓക്കെ, ബംഗാളി നാടകകൃത്തായ ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ, സ്ഥിരം ചോദിക്കുന്നതാണ്. നീൽ ദർപ്പൺ ആരാണ് രചിച്ചത്? ദിനബന്ധു മിത്രയാണ്. ബംഗാളി നാടകകൃത്തായ ദിനബന്ധു മിത്ര രചിച്ച നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ചു. നൂറുകണക്കിന് വേദികളിൽ അരങ്ങേറിയ ഈ നാടകത്തെ വർദ്ധിച്ച ആവേശത്തോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. നീൽ ദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ സുരേന്ദ്രനാഥ ബാനർജി സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ എന്ന ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും, അപ്പൊ ഇന്ത്യൻ അസോസിയേഷൻ ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ് സ്ഥാപിച്ചത്. ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കർഷക കലാപങ്ങൾക്ക് ഈ നാടകം പ്രചോദനമായി. ഇനി സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആരാണ്? സാരേ ജഹാംസെ അച്ഛ രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ്, ഉറുദു കവിയാണ്. തൻ്റെ കവിതകളിലൂടെ ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും ജനങ്ങളുടെ ഐക്യത്തെയും പാടിപ്പുകഴ്ത്തി. അതിൽ പറഞ്ഞത് എന്താണ്? ഇന്ത്യയുടെ പ്രകൃതി ഭംഗിയും ജനങ്ങളുടെ ഐക്യത്തെയുമാണ് സാരേ ജഹാംസെ അച്ഛയിലൂടെ പറയുന്നത്. ഇന്ത്യ എന്ന ഐക്യരാഷ്ട്രത്തെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ ഇവരുടെ രചനകൾ കാരണമായി. വിവിധ ഭാഷകളിൽ നിരവധി സാഹിത്യകാരന്മാർ രാജ്യസ്നേഹവും ദേശാഭിമാന ബോധവും തുളുമ്പുന്ന കൃതികൾ രചിച്ചു. ഓക്കെ, ക്ലാസ്സിനിടയിൽ ചെറിയ ശബ്ദമൊക്കെ ഉണ്ടാവും, മോൻ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണ്, ക്ഷമിക്കുക. അടുത്തത് നോക്കുക, ഇവിടെ ഓരോ കൃതികളും അതിൻ്റെ എഴുത്തുകാരാരാണ്, ഏതു ഭാഷയിലാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കുക. ഗോര ഗീതാഞ്ജലി എഴുതിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്, ബംഗാളി ഭാഷയിലാണ്. ഓക്കെ, ഗോര ഗീതാഞ്ജലി ബംഗാളി ഭാഷയാണ്, രവീന്ദ്രനാഥ ടാഗോർ. അടുത്തത് സേവാസദൻ, പ്രേമാശ്രം, രംഗഭൂമി, ഗോദാൻ എഴുതിയത് ആരാണ്? പ്രേംചന്ദ് ആണ്, ഹിന്ദി ഭാഷയിലാണ്. പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് ഇതെല്ലാം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്, തമിഴിലാണ് എഴുതുന്നത്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ഹയാത്തി ഇസാദി, ഹയാത്തി ജവീദ് എഴുതിയത് അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. ഹയാത്തി ഇസാദി, ഹയാത്തി ജവീദ് എഴുതിയത് അൽതാഫ് ഹുസൈൻ ഹാലി, ഉറുദു ഭാഷയിലാണ്. നിബന്ധമാല ചോദിച്ചിട്ടുള്ളതാണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ എഴുതിയതാണ്, മറാത്തി ഭാഷയിലാണ്. ഏതു ഭാഷയിലാണ് എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിബന്ധമാല മറാത്തി ഭാഷയാണ്. എൻ്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എഴുതിയത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്, മലയാള ഭാഷയിലാണ് എന്നുള്ളത് നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അടുത്തത് വരിക വരിക സഹചരി എന്ന് പറഞ്ഞൊരു കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിലും രചിക്കപ്പെട്ടു. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒന്നാണ് അംഷി നാരായണപിള്ള രചിച്ച വരിക വരിക സഹചരി. അപ്പോൾ വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ളയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ആ വരികൾ നമുക്കറിയാം. അടുത്തത് ദേശീയത കലയിൽ ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണിത്. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, ഭാരതമാതയുടെ ചിത്രമാണ്. ഭാരതമാതയുടെ ഈ ചിത്രം വരച്ചത് ആരാണ്? ബംഗാളി ചിത്രകാരനായിട്ടുള്ള അബനീന്ദ്രനാഥ ടാഗോറാണ്. അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ഇവിടെ വരച്ചിട്ടുള്ളത്. നോക്കുക,
ഈ ചിത്രം നമുക്ക് നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ ഈ ചിത്രം നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് പല രൂപത്തിൽ ഭാരതമാതയുടെ ചിത്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പ്രചാരത്തിലായി. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഓക്കെ, അബനീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത്. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായ രാജ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യകൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമാണ് സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തൻ്റെ ചിത്രങ്ങൾക്ക് വിഷയമാക്കിയിട്ടുള്ളത്. സതി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായത്. അപ്പോൾ നന്ദലാൽ ബോസിൻ്റെ ശ്രദ്ധേയമായത് ഏതാണ് ചിത്രം? സതിയാണ്. ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിൽ ഒന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണിത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ സതി അനുഷ്ഠിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്താണ്? നന്ദലാൽ ബോസ് ആണ് അത് വരച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നായി സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണ്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണപ്പോൾ? നന്ദലാൽ ബോസിൻ്റെതാണ്. സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ രണ്ടും നന്ദലാൽ ബോസിൻ്റെതാണ്. അപ്പോൾ ഈ ചിത്രം 1938 ഹരിപുരിയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും, എവിടെയാണ്? 1938 ഹരിപുരിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷേർഗിൽ ചിത്രീകരിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രങ്ങളിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച് ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. അപ്പോൾ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഗ്രാമീണ ചെണ്ടക്കാരൻ്റെ ചിത്രം നോക്കൂ, നന്ദലാൽ ബോസിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്വാമി നന്ദലാൽ ബോസിൻ്റെ ചിത്രം, സതി എന്ന് പറയുന്ന നന്ദലാൽ ബോസിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രാജ രവിവർമ്മയുടെ കാളിദാസൻ്റെ ശകുന്തളത്തിൽ നിന്നുള്ള രംഗം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിക്ചറൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക. ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണ് ഈ ചിത്രങ്ങൾ. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയബോധം സൃഷ്ടിക്കാൻ സഹായകമായി. അപ്പം നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്, നമുക്ക് അറിയുന്നതാണ്. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത്. ത്രിവർണ്ണ പതാക രൂപം കൊണ്ടത് സ്വദേശി സമരകാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു പതാക. അപ്പോൾ ആദ്യത്തെ പതാക 8 താമരകളും അതുപോലെ തന്നെ ഒരു അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു എന്ത്? ചർക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് അല്ലെ. 1947 ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്ന് എടുത്ത ദേശീയ മുദ്രയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്ര എടുത്തിട്ടുള്ളത്. ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് 19-ാം നൂറ്റാണ്ടിലാണെങ്കിലും സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നത് വളരെ മുൻപ് തന്നെയാണ്. ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു. തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു. സ്വാതന്ത്ര്യവും സമത്വവും പരമാധികാരവും നേടുവാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹം സാഹിത്യം, കല, വിദ്യാഭ്യാസം, പത്രപ്രവർത്തനം, സാമൂഹ്യ പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു. ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി. ഓക്കെ, അപ്പോൾ ദേശീയ പതാകയുടെയും ദേശീയ മുദ്രയുടെയും എല്ലാം ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, മാഡം കാമയും ത്രിവർണ്ണ പതാകയും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് ആര്? മാഡം ഭിക്കാജി കാമ അല്ലെ. മാഡം ഭിക്കാജി കാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്?
മാഡം ബിക്കാജി കാമയാണ് കേട്ടോ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ ഡേ സമ്മേളനത്തിലാണ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അപ്പോൾ ഈ ഒരു കോളം ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ.